ഞാൻ റീസെന്റ് ഒരു റീല് കണ്ടു. ചിലർ പറയുന്നത് ആഴ്ച 3 ദിവസം വർക്കൗട്ട് ചെയ്താണ് ഞാൻ ബോഡി ബിൽഡ് ചെയ്തേക്കുന്നത്. ചിലർ പറയുന്നത് ഞാൻ ആഴ്ച 6 ദിവസം വർക്കൗട്ട് ചെയ്തിട്ടാണ് ബോഡി ബിൽഡ് ചെയ്തേക്കുന്നത്. പിന്നെ ഇപ്പം മൊത്തത്തിൽ കൺഫ്യൂഷനായി ആഴ്ച എത്ര ദിവസം വർക്കൗട്ട് ചെയ്യേണ്ടതെന്നല്ലേ. സോ എനിക്ക് പറയാനുള്ള ഗൈസ്, നിങ്ങൾക്ക് ആഴ്ചയിൽ എത്ര ദിവസം വർക്കൗട്ട് ചെയ്യേണ്ടത് അത് നിങ്ങൾ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ അമൗണ്ട് ഓഫ് റിക്കവറിയാണ്. നിങ്ങളുടെ ബോഡി എത്ര ഫെറ്റീഗ് ആവുന്നു അതിനനുസരിച്ച് നിങ്ങൾ എത്ര റിക്കവറി കൊടുക്കുന്നു അതിനനുസരിച്ച് വേണം നിങ്ങൾ ആഴ്ച എത്ര ദിവസം വർക്കൗട്ട് ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യാൻ. ആക്ച്വലി ഫെറ്റീഗ് എന്ന് പറയുന്ന 2 ടൈപ്പ് ഉണ്ട്: സെൻട്രൽ ലെവൽ, പെരിഫറൽ ലെവൽ. സെൻട്രൽ ലെവൽ എന്ന് പറയുമ്പോൾ ബ്രെയിൻ ലെവലിലുള്ള ഒരു ഫെറ്റീഗ് ആണ്. പെരിഫറൽ ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ മസിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഫെറ്റീഗ് ആണ്. ഓക്കെ, ഇപ്പോൾ സെൻട്രൽ ലെവൽ ഫെറ്റീഗ് എന്ന് പറയുമ്പോൾ ബ്രെയിൻ ലെവലിലുള്ള ഫെറ്റീഗ് അല്ല ടയർഡ്നെസ് എന്ന് പറയുമ്പോൾ ബോഡി ഫുള്ളും ടയർഡ് ആയിരിക്കും. നമുക്കൊരു മിനിമം 72 മണിക്കൂർ കൂടുതൽ വേണം ബോഡി കംപ്ലീറ്റ്ലി ഒന്ന് റിക്കവർ ആയി വരാൻ. ഓക്കെ, അതേ പറഞ്ഞിട്ട് പെരിഫറൽ ഫെറ്റീഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ജസ്റ്റ് ജിമ്മിൽ പോയി വർക്കൗട്ട് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ അതിന് മാക്സിമം 24 മുതൽ 48 മണിക്കൂർ മതി റിക്കവറി ആകാൻ വേണ്ടി. സോ ഈ റിക്കവറി ഡിപ്പെൻഡ് ചെയ്ത് വേണം നിങ്ങൾ ഏത് വർക്കൗട്ടാണ്, ഇതുപോലത്തെ വർക്കൗട്ടാണ് ചെയ്യുന്നത്. അത് നിങ്ങൾ സെൻട്രൽ ലെവലായിട്ട് ടയർഡ് ആകുന്ന ഫെറ്റീഗ് ആകുന്ന വർക്കൗട്ടാണോ, അത് പെരിഫറൽ ഫെറ്റീഗ് ആകുന്ന വർക്കൗട്ടാണോ ചെയ്യുന്നത്, അതനുസരിച്ച് വേണം നിങ്ങൾ ആഴ്ച എത്ര ദിവസം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നു എന്ന് ഡിസൈഡ് ചെയ്യാൻ. നിങ്ങൾക്ക് വെച്ചാൽ റിക്കവറി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ശരീരത്തിൽ പ്രോപ്പറായിട്ട് റിക്കവറി കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു റിസൾട്ടും കിട്ടത്തില്ല. നിങ്ങൾ ജസ്റ്റ് ഫെറ്റീഗ് ആകത്തുള്ളൂ. നിങ്ങൾ യു ആർ കില്ലിങ് യുവർ ബോഡി ഞാൻ പറയുള്ളൂ. Okay, so that's all I want to share.